എൻജീസ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട സെമസ്റ്റർ 2 പേപ്പറായിട്ടുള്ള ജെൻഡർ സ്റ്റഡീസ് എന്ന പേപ്പറിലെ ഒന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള ഹിസ്റ്റോറിസൈസിങ് ജെൻഡർ എന്ന മൊഡ്യൂളിലെ യൂണിറ്റ് 1ലുള്ള രണ്ടാമത്തെ കോൺസെപ്റ്റ്, അതായത് പവർ സ്ട്രഗിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ ജെൻഡറിന്റെയും സെക്സിന്റെയും അടിസ്ഥാനത്തിൽ നേരിടുന്ന വിവിധ തലത്തിലുള്ള വിവിധ മേഖലകളിലുള്ള പവർ സ്ട്രഗിൾസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക. പവർ സ്ട്രഗിൾസ്. അപ്പൊ എന്താണ് ഈ ഒരു പവർ സ്ട്രഗിൾ, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് നമുക്ക് നോക്കാം. Power struggles related to sex and gender have been prevalent throughout history and continue to exist in various forms across different societies and contexts. These struggles often stem from deeply ingrained social norms, cultural beliefs, and structural inequalities. Here are some key areas where power struggles related to sex and gender are commonly observed. അപ്പൊ ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ജെൻഡറിന്റെയും സെക്സിന്റെയും അടിസ്ഥാനത്തിലുള്ള ഈ ഒരു പവർ സ്ട്രഗിൾ, അതായത് ഇപ്പോ നമ്മൾ പറയാം നമ്മുടെ ഒരു പേട്രിയാർക്കൽ സൊസൈറ്റി, നമ്മുടെ കണ്ടംപററി സൊസൈറ്റിയിൽ പുരുഷനാണ് കൂടുതൽ പവറും അധികാരവും ഒക്കെ ഉള്ളത്, സ്ത്രീകൾ പുരുഷനെ അനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്ന് പറയുന്ന തരത്തിലുള്ള ആ ഒരു പവർ സ്ട്രഗിളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഈ ഒരു പവർ സ്ട്രഗിൾ നമ്മുടെ ഇന്ന് കാണുന്ന നമ്മുടെ സൊസൈറ്റിയുടെ മാത്രം കുഴപ്പമല്ല. ഇത് പണ്ടേ തുടങ്ങിയ മനുഷ്യനുണ്ടായ കാലം തൊട്ട് നമ്മൾ പറയുന്ന കഥകളില്ലേ, നമ്മുടെ ആദം ഹവ്വയുടെ കഥകളിൽ നമ്മൾ ഇപ്പോഴും പറയുന്നത് എന്താണ്? ഹവ്വ തെറ്റ് ചെയ്തത് കൊണ്ടാണ് ആദവും കൂടെ ശിക്ഷിക്കപ്പെട്ടത് എന്നുള്ള തരത്തിലാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ മനുഷ്യനുണ്ടായ കാലം തൊട്ടേ നിലനിന്ന് വരുന്ന ഒരു കാര്യമാണ് ഇത്, ഈ ഒരു പവർ സ്ട്രഗിൾ, മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന സെക്സിന്റെയും ജെൻഡറിന്റെയും അടിസ്ഥാനത്തിലുള്ള ഈ ഒരു പവർ സ്ട്രഗിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന് പല തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ പല റീസൺസ് ഉണ്ട്. അത് പലതും ചിലപ്പോൾ സോഷ്യൽ നോംസ് ആകാം, അതായത് സമൂഹത്തിലെ രീതികളാകാം, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറൽ ബിലീഫ്സ്, അതായത് നമ്മുടെ ആ ഒരു പാരമ്പര്യമായിട്ടുള്ള വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാകാം, അതുമല്ലെങ്കിൽ ആ ഒരു സാമൂഹിക ഘടനയിൽ തന്നെയുള്ള ഇനിക്വാലിറ്റീസ് കാരണവുമൊക്കെ ആകാം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പവർ സ്ട്രഗിൾസിന്റെ വിവിധ മേഖലകൾ അല്ലെങ്കിൽ വിവിധ തലങ്ങളായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് പറയാൻ പോകുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഇൻഇക്വാലിറ്റി, അതാണ് പറയുന്നത്. ഓക്കെ, women and gender minorities have historically been subjected to discrimination and inequality in various aspects of life, including access to education, employment, healthcare, and political representation. These inequalities manifest in wage gaps, limited career opportunities, and underrepresentation in leadership roles. അപ്പൊ ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഇനിക്വാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ സമൂഹത്തിലെ പൊതുമേഖലകളിൽ, അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലകളിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളിലും ഒക്കെയാണ് ഈ ഒരു ഇനിക്വാലിറ്റി പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അതായത് പല സമൂഹങ്ങളിലും എന്ത് ചെയ്യാറില്ല, സ്ത്രീകളെ, ഇപ്പൊ നമ്മൾ അഫ്ഗാനിസ്ഥാനൊക്കെ പറയുകയാണെങ്കിൽ അവിടെ ഇപ്പൊ താലിബാനൊക്കെ ഭരിക്കുന്ന സ്ഥലം, അപ്പൊ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ്, സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ വേണ്ട, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ അവർ അർഹിക്കുന്നില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ്സ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. ഇത്തരത്തില് ഈ ഒരു ആക്സസ് ടു എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ആക്സസ് ടു എംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ പല സ്ഥലത്തും ഹെൽത്ത് കെയറിൽ ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ സ്ത്രീ ഡോക്ടർ ആണെങ്കിൽ മാത്രം കാണിച്ചാൽ മതി എന്ന് പറയുന്ന അത്തരത്തില് ആക്സസ് ടു ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ പല സ്ഥലത്തും പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ, ഈ ഒരു പൊളിറ്റിക്കൽ മേഖല അല്ലെങ്കിൽ സോഷ്യൽ മേഖല എന്ന് പറയുന്നത് പുരുഷാധിപത്യം സ്ഥാപിക്കാനുള്ള സ്ഥലമാണ് എന്നുള്ള കാഴ്ചപ്പാട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷനും അതുപോലെ തന്നെ ഇൻഇക്വാലിറ്റിയും നമ്മൾ കാണുന്നത്. ആൻഡ് ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന എന്താണ്, പ്രധാനമായിട്ടും വേജ് ഗ്യാപ്പ് ആണ്. അതായത് ഒരേ തൊഴിൽ ചെയ്യുന്ന രണ്ട് സെക്സിലുള്ള ആൾക്കാർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സാലറി കൊടുക്കുന്നത്. ഓക്കെ, ഒരേ ജോലി ചെയ്യുന്ന, ഒരേ എഫേർട്ട് എടുത്ത് ഒരേ ജോലി ചെയ്യുന്ന ഒരു ജെൻഡറിൽ, ഒരു മെയിലിനാണെങ്കിൽ അധിക സാലറി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫീമെയിലിനാണെങ്കിൽ കുറച്ച് സാലറി കൊടുക്കുന്നത്, ആ രീതിയിലുള്ള ഒരു വേജ് ഗ്യാപ്പ്.
അതുപോലെ തന്നെ ലിമിറ്റഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ചില ജോലികൾക്ക് ഇന്ന ജെൻഡറിനെ മാത്രമായിട്ട് എടുക്കുന്നത് അത്തരത്തിലുള്ള, ഇപ്പൊ നമ്മള് ഒരു എയർ ഹോസ്റ്റസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്താണ് ഫീമെയിൽസിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇപ്പൊ നേഴ്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടീച്ചർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഫീമെയിൽസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ മറ്റ് എന്തെങ്കിലും വർക്ക് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ആർമിയിലെ വർക്കൊക്കെ ആണെങ്കിൽ മെയിൽസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇത്തരത്തിലുള്ള എന്താണ് ഈ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസിലുള്ള ചില മേഖലകളിൽ വരുന്ന ലിമിറ്റേഷൻസ്, ഈ സെക്സിന്റെയും ജെൻഡറിന്റെയും അടിസ്ഥാനത്തിൽ വരുന്ന ലിമിറ്റേഷൻസ്, ആൻഡ് അതുപോലെ തന്നെ അണ്ടർ റെപ്രസെന്റേഷൻ ഇൻ ലീഡർഷിപ്പ് റോൾസ്. ഈ അതായത് ചില ഇപ്പൊ സ്ത്രീകൾക്ക് അതൊന്നും മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള ചിന്താഗതി വെച്ചിട്ട് അവരെ ആ ഒരു ലീഡർഷിപ്പ് റോൾസിൽ അവരെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ ഈ സെയിം സാധനം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വരും, മെയിൽസിനും വരും ഫീമെയിൽസിനും വരും, മറ്റ് ജെൻഡറിലുള്ള ആൾക്കാർക്കും ഇതൊക്കെ വരുന്നുണ്ട്. അത് നിങ്ങൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ട്രാൻസ്ജെൻഡർ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യാറില്ല, പൊതുവെ നമ്മുടെ സമൂഹം ഒരു ലീഡർഷിപ്പ് റോളിൽ അക്സെപ്റ്റ് ചെയ്യാറില്ല. ഓക്കെ, സോ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്നത്ര കരിയർ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാറില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, അവര് മറ്റ് വഴികൾ തേടി പോവേണ്ടിയായിട്ട് വരുന്നത്. സോ ആ ഒരു ഡിസ്ക്രിമിനേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആൻഡ് രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് പറയുന്നത് ജെൻഡർ ബേസ്ഡ് വയലൻസ് ആണ്. Gender-based violence, including domestic violence, sexual harassment, and human trafficking, is a manifestation of power struggles related to gender. Women and gender minorities are disproportionately affected by such violence, which is often rooted in patriarchal attitudes and the exertion of power and കൺട്രോൾ. അപ്പൊ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാല് പലപ്പോഴും സ്ത്രീകളും അതുപോലെ തന്നെ മറ്റ് ജെൻഡർ മൈനോറിറ്റീസ്, നമ്മൾ ഈ ഒരു ജെൻഡറും സെക്സും തമ്മിലുള്ള വ്യത്യാസം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ്. സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കലി മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള ക്ലാസിഫിക്കേഷൻ ആണ് സെക്സ് എന്ന് പറയുന്നത്. പക്ഷെ ജെൻഡർ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ആണ്. അത് മെയിലും ഫീമെയിലും തന്നെ ആകണം എന്നില്ല, മറ്റേതെങ്കിലും ഒക്കെ ആകാം. അത് സെൽഫ് ഐഡന്റിഫൈ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. സോ ആ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ ഫീമെയിൽ സെക്സ് വരുന്നതും മറ്റ് ജെൻഡർ വെറൈറ്റീസ് വരുന്ന ജെൻഡർ മൈനോറിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുമൊക്കെ പലപ്പോഴും ഡൊമസ്റ്റിക് വയലൻസ്, അതായത് ഗാർഹിക ആയിട്ടുള്ള അല്ലെങ്കിൽ വീട്ടിനകത്ത് അവർ നേരിടുന്ന വയലൻസ്, അതുപോലെ തന്നെ സെക്ഷൽ ഹറാസ്മെന്റ്, അതുപോലെ തന്നെ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, മനുഷ്യ കടത്തിനൊക്കെ ഇരയാവുന്നത് ഇത്തരത്തിലുള്ള ജെൻഡർ മൈനോറിറ്റീസും ആൻഡ് അതുപോലെ തന്നെ സ്ത്രീകളും ഒക്കെ ആണ്. ആൻഡ് ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനമായിട്ട് പറയാൻ വേണമെങ്കിൽ ഒരു ജെൻഡർ ബേസ്ഡ് വയലൻസ് അല്ലെങ്കിൽ ആ ഒരു പവർ സ്ട്രഗിളിന്റെ ആസ്പെക്റ്റിൽ നമുക്ക് പറയാവുന്നതാണ്. ആൻഡ് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്. Access to reproductive health care, family planning, and the right to make decisions about one's own body and areas of contention. Power struggles over reproductive rights often involve debates of abortion, contraception, and comprehensive sex education. അതായത് ഫാമിലി പ്ലാനിംഗ് ഒക്കെ നടത്തുന്ന സമയത്ത് ആ ഒരു ഫാമിലിയിലെ മെയിൽ പറയുന്നതാണ് തീരുമാനം, ഫീമെയിലിന് അതിനകത്ത് വോയിസ് ഒന്നും ഇല്ല എന്ന് പറയുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ കൊച്ചിന് പേരിടുന്ന സമയത്ത് അച്ഛൻ പേരിടും, അമ്മയ്ക്ക് അതിനകത്ത് വോയിസ് ഒന്നുമില്ല എന്നൊക്കെയുള്ള ആ ഒരു രീതി. ഓക്കെ, സോ ഇതൊക്കെയാണ് ആ ഒരു റീപ്രൊഡക്റ്റീവ് റൈറ്റ്സിനകത്ത് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു എന്താണ് മെയിലിന് തോന്നുന്നത് ചെയ്യാം എന്നുള്ള ആ ഒരു രീതി, അതനുസരിച്ച് ഫീമെയിൽ നിൽക്കണം എന്നുള്ള ആ ഒരു രീതി, അതാണ് ഇവിടെ പറയുന്ന അടുത്ത പവർ സ്ട്രഗിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റർസെക്ഷനാലിറ്റി. Power struggles related to sex and gender intersect with other forms of discrimination and oppression, such as racism, ableism, and homophobia. People at the intersection of multiple marginalized identities may experience compounded discrimination and face unique challenges. അപ്പൊ ഈ ഒരു ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത് ഓൾറെഡി എന്തെങ്കിലുമൊക്കെ തരത്തില് ഒരു പീഡനങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജെൻഡർ ആൻഡ് സെക്സ് ബേസ്ഡ് പവർ സ്ട്രഗിള് മറ്റൊരു തരത്തിലായിരിക്കും അവർ അനുഭവിക്കുന്നത്. അതായത് സാധാരണ കേരളത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ സാധാരണ ഒരു ഒരു നോർമൽ എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ജീവിതം നയിക്കുന്നയാൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഒരു പവർ സ്ട്രഗിൾ ആയിരിക്കില്ല ഒരു യുദ്ധം നേരിടുന്ന രാജ്യത്തോ അല്ലെങ്കിൽ ഒരു ഭീകര പ്രവർത്തനം സ്ഥിരമായി നേരിടുന്ന ഒരു രാജ്യത്തോ ഒക്കെ ജീവിക്കുന്ന ഒരു വ്യക്തി നേരിടേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. സാധാരണ ഒരാൾ നേരിടുന്നതിനേക്കാളും വളരെ വലിയ തോതിലായിരിക്കും ഈ ഓൾറെഡി മറ്റെന്തെങ്കിലും ഒരു ഓപ്പറേഷൻ കൂടി നേരിടുന്നവർക്ക് നേരിടേണ്ടി വരുന്നത്. അതായത് കേരളത്തിൽ നേരിടുന്ന അതേ പവർ സ്ട്രഗിൾ ആയിരിക്കില്ല ഇപ്പൊ നമ്മുടെ യുദ്ധം നടക്കുന്ന ഏരിയയിൽ, അഫ്ഗാനിസ്ഥാൻ ആയാലും അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ആയാലും. സോ ഇത്തരത്തിലുള്ള
സ്ഥലങ്ങളിൽ നേരിടേണ്ടി വരുന്നത്. അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് സെപ്പറേറ്റ് മറ്റൊരു സെക്ഷനായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് ആൻഡ് എക്സ്പെക്ടേഷൻസ്. Traditional gender roles and stereotypes can limit individuals' opportunities and self-expression. These stereotypes dictate how people should behave, dress, and conform to social norms, leading to pressure to conform and suppressing individual ഐഡന്റിറ്റീസ്. അതായത് പറയുന്നത് നമ്മുടെ ജെൻഡർ റോൾസിനെ കുറിച്ചാണ്. അതായത് സമൂഹം നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ നമ്മൾ നിർബന്ധിതരാകുമ്പോൾ അത് നമ്മുടെ സ്വയം നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ നമ്മൾ മറച്ചു വെക്കാൻ നിർബന്ധിതരാകുന്നു. ആ ഒരു സെൽഫ് ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ ഒരു സെൽഫ് എക്സ്പ്രഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുന്നില്ല. കാരണം എന്താണ്? ഈ സോഷ്യൽ എക്സ്പെക്ടേഷൻ, സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസ് ആണ് അതിന് കാരണം, അല്ലെങ്കിൽ ആ സൊസൈറ്റിയുടെ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ് നമുക്ക് കാരണം എന്ന് പറയുന്നത്. അതായത് ഒരു ആൺകുട്ടിക്ക് ഒരു പിങ്ക് കളറിലുള്ളൊരു ലേഡീസിന്റെ പോലത്തെ ഷൂസ് ഇടണം എന്ന് തോന്നുകയാണെങ്കിൽ അവനത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? സൊസൈറ്റി അവനിൽ നിന്ന് അതല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് സെൽഫ് എക്സ്പ്രഷൻ നടത്താനായിട്ട്, അവന്റെ ഇഷ്ടം പോലെ ജീവിക്കാനായിട്ട് അവന് സാധിക്കുന്നില്ല. അതാണ് അവിടെ പറയുന്നത്. ആൻഡ് അടുത്ത ടോപ്പിക് ആയിട്ട് പറയുന്നത് റെപ്രസെന്റേഷൻ ആൻഡ് മീഡിയ. The media's portrayal of gender can reinforce stereotypes and contribute to power imbalances. And in many industries, women and gender minorities are underrepresented or portrayed in limited, often stereotypical ways. അതായത് നമ്മൾ കാണുന്ന ഏറ്റവും ഒരു എന്താണ്, നമ്മളുടെ ഈ ഒരു ജനറേഷൻ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഒരു മീഡിയ ആണ് നമ്മുടെ വിഷ്വൽ മീഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മീഡിയക്കകത്തെല്ലാം ജെൻഡറിനെ സ്റ്റീരിയോ ടൈപ്പ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മൾ എല്ലാ ഇത് നോക്കുകയാണെങ്കിലും, എല്ലാ സിനിമകളും നോക്കുകയാണെങ്കിലും സ്ത്രീകൾ എന്ന് പറയുന്നത് എല്ലാം സഹിക്കുന്നത്, എല്ലാം എന്താണ് കരയുന്നത്, എല്ലാം സഹിക്കുന്നതും ഒക്കെ സ്ത്രീകളായിരിക്കും. എന്നാൽ പുരുഷൻ എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ആക്റ്റീവായിട്ട് അവന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്ന, ഇഷ്ടമുള്ളതുപോലെയൊക്കെ നടക്കുന്ന ആ ഒരു രീതിയിലാണ് കാണിക്കുന്നത്. സോ ഇങ്ങനെ പലതവണ കാണിച്ച് ആ ഒരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് മീഡിയ ഫോം ചെയ്ത് അത് നമ്മുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് മെയ്ഡ് ബൈ ദ മീഡിയ ഇത് എന്തിന് കാരണമാണ്? നമ്മുടെ പവർ സ്ട്രഗിൾ, ജെൻഡർ ആൻഡ് സെക്സ് ബേസ്ഡ് പവർ സ്ട്രഗിൾസ് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസിന് കാരണമാകുന്നുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ആൻഡ് അടുത്തത് ലീഗൽ ആൻഡ് പോളിസി ഇഷ്യൂസ്. Laws and policies related to sex and gender can perpetuate inequalities or protect the rights of marginalized groups. Advocacy efforts often focus on legal changes related to marriage equality, anti-discrimination laws and gender recognition. അടുത്തായിട്ട് പറയുന്ന ഈ ഒരു വളരെ റീസെന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പവർ സ്ട്രഗിൾസുമായിട്ട് ബന്ധപ്പെട്ടുള്ള, അതല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ലീഗൽ ആൻഡ് പോളിസി ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത ടോപ്പിക് പറയുന്നത് ജെൻഡർ ബേസ്ഡ് ആക്ടിവിസം ആണ്. Activism and advocacy efforts are critical for addressing power struggles related to sex and gender. Movements such as feminism, LGBTQ+ rights, and gender equality campaigns works to challenge existing power structures and push for social ചേഞ്ച്. അതായത് നമ്മൾ ഇപ്പോൾ നിലവിൽ കാണുന്ന പലതരത്തിലുള്ള ജെൻഡർ ബേസ്ഡ് മൂവ്മെന്റ്സ്, പണ്ടാണെങ്കിൽ നമ്മളെല്ലാം ഫെമിനിസം എന്ന് പറയും, പക്ഷെ ഇപ്പൊ നമുക്ക് എന്തുണ്ട്, ഇപ്പൊ ഫെമിനിസം മാത്രമല്ല, പകരം LGBTQ റൈറ്റ്സിന് വേണ്ടിയുള്ളതുണ്ട്, അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടിയുള്ള ക്യാമ്പയിൻസ് കാണുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ജെൻഡർ ബേസ്ഡ് ആക്ടിവിസംസ് എല്ലാം ഈ ഒരു പവർ സ്ട്രഗിൾസിനെതിരെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അടുത്തത് ഹെൽത്ത് കെയർ ഡിസ്പാരിറ്റീസ്. ഹെൽത്ത് കെയർ ഡിസ്പാരിറ്റീസിൽ പറയുന്നത് healthcare can be impacted by gender disparities, including access to reproductive health care, mental health services, and care for transgender and non-binary individuals. Discrimination in healthcare setting is a concern. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നാമത് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്താണ്, സ്ത്രീകൾക്ക് അവരുടെ ബോഡിയിൽ ഒരു റൈറ്റ് ഇല്ല എന്നുള്ള ആ ഒരു രീതി, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അറ്റൻഷൻ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള രീതി. ആൻഡ് അടുത്തത് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മെന്റൽ ഹെൽത്ത് സർവീസസ്. അതായത് മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹെൽത്ത് കെയർ സർവീസസ് ഒന്നും എന്ത് ചെയ്യാറില്ല, ജെൻഡർ മൈനോറിറ്റീസിന് ചിലപ്പോൾ കിട്ടാറില്ല. ഓരോ കോണ്ടെക്സ്റ്റിലും ജെൻഡർ മൈനോറിറ്റി ആരാണ് എന്നുള്ള ഒരു ചോദ്യം കൂടി അവിടെ ഉണ്ട്.
ഇപ്പൊ നമ്മൾ മെന്റൽ ഹെൽത്ത് സർവീസിന്റെ കേസിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, മെയിൽ ജെൻഡർ ആണ് അവിടുത്തെ മൈനോറിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം പലപ്പോഴും സ്ത്രീകൾക്കൊരു പ്രശ്നം വേണമെങ്കിൽ അത് കേൾക്കാൻ 1000 പേരുണ്ടാവും, പക്ഷെ പുരുഷന് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കേൾക്കാനായിട്ട് അവിടെ ആരും കാണില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു മെന്റൽ ഹെൽത്ത് സർവീസിനകത്ത്, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ, അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ് കെയർ ഫോർ ദ ട്രാൻസ്ജെൻഡർ ആൻഡ് നോൺ ബൈനറി ഇൻഡിവിജ്വൽസ് എന്നൊക്കെ പറയുന്നത്. സോ ഇത്തരത്തിലുള്ള മേഖലകളിൽ ഏത് കാണാം, നമ്മുടെ ഈ ഒരു ജെൻഡർ ആൻഡ് സെക്സ് ബേസ്ഡ് പവർ സ്ട്രഗിൾ നമുക്ക് അവിടെ കാണാം. ആൻഡ് ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ മേഖലയാണ്. ജെൻഡർ ബയസ് ഇൻ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിംഗ് ഡിസ്പാരിറ്റീസ് ഇൻ സ്റ്റെം ഫീൽഡ്സ്. സ്റ്റെം എന്ന് വെച്ചാൽ നമ്മുടെ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിസിൻ, ആൻഡ് മെഡിസിൻ അല്ല മാത്സ്, ആൻഡ് ദ പോർട്രയൽ ഓഫ് ഹിസ്റ്ററി ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് ബുള്ളിങ് ബേസ്ഡ് ഓൺ ജെൻഡർ ഐഡന്റിറ്റി ഓർ എക്സ്പ്രഷൻ ക്യാൻ പെർപച്വേറ്റ് പവർ ഇൻബാലൻസസ്. അതായത് വിദ്യാഭ്യാസ മേഖലകളിൽ ഈ ഒരു ജെൻഡർ ആൻഡ് സെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ആ ഒരു പവർ സ്ട്രഗിൾ അത് നമുക്കിപ്പോ എന്താണ് നമ്മുടെ പല തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിലായാലും ഒക്കെ നമ്മൾ സമകാലികമായിട്ട് കേട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു എഡ്യൂക്കേഷൻ മേഖലകളിലുള്ള പവർ സ്ട്രഗിൾ എന്ന് പറയുന്നത്. ആൻഡ് മാത്രമല്ല നമ്മുടെ ഇതിനകത്ത് തന്നെ പറയാം, നമുക്ക് ഈ സംവരണങ്ങൾ, സ്ത്രീ സംവരണം, അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എക്സാമിന് പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു പവർ സ്ട്രഗിൾസുമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ആൻഡ് അഡ്രസ്സിംഗ് പവർ സ്ട്രഗിൾസ് റിലേറ്റഡ് ടു സെക്സ് ആൻഡ് ജെൻഡർ ഇൻവോൾവ്സ് റേസിംഗ് അവയർനെസ്, challenging traditional norms and stereotypes, advocating for policy changes, promoting education and empathy, and fostering inclusive and equitable environments. These efforts aim to create a more just and equal society where individuals of all genders can thrive. അപ്പൊ അത്രയുമാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് എന്തിനാണ് പഠിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഫീമെയിൽ ജെൻഡർ മൈനോറിറ്റീസ് ബാക്കിയെല്ലാം സുപ്പീരിയർ എന്നുള്ള തരത്തിൽ നമ്മൾ കാണരുത്. ഓരോന്നും ഓരോ കോണ്ടെക്സ്റ്റിലും ഡിഫറെന്റ് ആണ്. ഓരോ കോണ്ടെക്സ്റ്റിലും ജെൻഡർ മൈനോറിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ മെയിൽ ആകാം, ചിലപ്പോൾ ഫീമെയിൽ ആകാം, ചിലപ്പോൾ അതർ ജെൻഡേഴ്സ് ആകാം. ഓക്കെ, സോ ഇത് എല്ലാ ജെൻഡേഴ്സിനെയും നമ്മൾ ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ ഒരു പവർ സ്ട്രഗിൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ പഠിക്കാനായിട്ട്. അങ്ങനെ പഠിക്കുമ്പോൾ സമൂഹത്തിലെ ഓരോ മേഖലകളിലും ഓരോ ജെൻഡേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, സോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റ് ചെയ്യുക.